കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ CPIM കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിന് തൊട്ടു പിന്നാലെയാണ് കേന്ദ്ര കമ്മിറ്റി തന്നെ പരാജയകാര്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചത്. അതിനുമപ്പുറമായി ഓരോ സംസ്ഥാനങ്ങളിലും പാർട്ടിക്കുണ്ടായ വിഷയങ്ങൾ, പരാജയ കാരണങ്ങൾ, പാർട്ടിയിലെ നേതൃനിരയ്ക്ക് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ, അങ്ങനെ തുടങ്ങി അടിമുടി എല്ലാം പരിശോധിച്ചു. മാത്രവുമല്ല, പാർട്ടിക്ക് വീഴ്ചകൾ സംഭവിച്ചു എന്ന് കേന്ദ്ര കമ്മിറ്റി തന്നെ പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ അതിനുമപ്പുറത്തേക്ക് മറ്റൊരു കാര്യം കൂടി കേന്ദ്ര കമ്മിറ്റി ചെയ്തു. വെബ്സൈറ്റിൽ ഈ പരാജയ കാരണങ്ങൾ ഓരോന്നും എണ്ണി പ്രസിദ്ധീകരിച്ചു. സാധാരണഗതിയിൽ CPIMൽ ഇങ്ങനെ ഒരു നിലപാട് ഇല്ല. അതായത് പരാജയ കാരണങ്ങൾ ചർച്ച ചെയ്യുക, പിന്നീട് അത് രേഖകളാക്കി മാറ്റുന്ന പതിവാണുള്ളത്. എന്നാൽ CPIMൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പരാജയ കാരണങ്ങളും പ്രശ്നങ്ങളുമൊക്കെ കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനമെന്ന നിലയ്ക്ക് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ കേരളത്തിലുണ്ടായ ഓരോ വിഷയങ്ങളും, ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിലുണ്ടായ വിഷയങ്ങളും, ആസാമിലുണ്ടായ വിഷയങ്ങളും, പോണ്ടിച്ചേരിയിലും തമിഴ്നാട്ടിലുമുണ്ടായ വിഷയങ്ങളുമൊക്കെ നന്നായി ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം കേന്ദ്ര കമ്മിറ്റിയിൽ പരാജയ കാര്യങ്ങൾ കൃത്യമായി ചർച്ച ചെയ്തു എന്നുള്ളതിന് തെളിവാണ് ആ വെബ്സൈറ്റിൽ പുറത്തു വന്ന വിശദീകരണങ്ങൾ. അതിൽ വ്യക്തമായി പറയുന്നുണ്ട്, പാർട്ടിക്ക് മുൻപുണ്ടായതിനേക്കാൾ പല സ്ഥലങ്ങളിലും വലിയ തരത്തിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്നുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിലും തമിഴ്നാടിലും പോണ്ടിച്ചേരിയിലും ഒപ്പം പശ്ചിമ ബംഗാളിലുമൊക്കെ. പശ്ചിമ ബംഗാളിൽ പാർട്ടി ഭരണത്തിൽ നിന്നും അകന്നിട്ട് വർഷങ്ങൾ ഏറെയാകുന്നു. പക്ഷേ അവിടെ തിരിച്ചുവരവിനുള്ള സാധ്യതകൾ എത്രമാത്രമുണ്ട് എന്നുള്ളൊരു പരിശോധനയും കേന്ദ്ര കമ്മിറ്റിയിൽ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും പാർട്ടി തന്നെ ഇത്തരത്തിൽ, പ്രത്യേകിച്ചും കേന്ദ്ര കമ്മിറ്റി ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തത്, അതായത് വെബ്സൈറ്റിൽ ഇതെല്ലാം തന്നെ പുറം ലോകം അറിയുന്ന തരത്തിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറായത് ഒരു നല്ല കാര്യം എന്നാണ് ചില നേതാക്കന്മാർ പറയുന്നത്. പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാൻ കഴിയുന്നു, എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാകുന്നു. ഒപ്പം പുറം ലോകത്ത് ഇക്കാര്യങ്ങൾ വലിയ ചർച്ചയല്ലാതായി മാറുകയും ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം കേന്ദ്ര കമ്മിറ്റിയിൽ ജനകീയപരമായി അല്ലെങ്കിൽ ജനാധിപത്യപരമായി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയായിട്ടാണ് ഈ വെബ്സൈറ്റിൽ രേഖകൾ പുറത്തു വന്നത് എന്നാണ് ചില നേതാക്കന്മാർ പറയുന്നത്. നല്ല കാര്യം എന്നും ഇവർ വ്യക്തമായി പറയുന്നുണ്ട്. കാരണം സാധാരണഗതിയിൽ CPIMനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലെ രേഖകൾ വരുന്ന പതിവില്ല. പകരം ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കുന്നതാണ് പതിവ്. എന്നാൽ ഇത് വ്യത്യസ്തമായ ഒരു തീരുമാനം, അതിനെ എല്ലാവരും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കേരളത്തിലുണ്ടായ പരാജയ കാരണങ്ങൾ ഓരോന്നായി എണ്ണിപ്പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. പ്രത്യേകിച്ചും 2021 44% വോട്ട് ലഭിച്ചിരുന്ന പാർട്ടിക്ക് അത് 2026 ആയപ്പോഴേക്കും 38% താഴുന്നു. ആ വ്യത്യാസം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പാർട്ടിക്ക് വോട്ട് കുറഞ്ഞതിൽ എന്തെങ്കിലും ആഭ്യന്തരമായ പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളാണ്. തീർച്ചയായും അവിടെയും കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഒപ്പം ചില ഏകാധിപത്യ പ്രവണതകൾ ഉണ്ടായിട്ടുണ്ട്. ചിലർ സ്വകാര്യമായി നടത്തുന്ന ചില പ്രശ്നങ്ങൾ, പരാമർശങ്ങൾ, അത് പാർട്ടിക്ക് ദോഷമുണ്ടാക്കിയിട്ടുണ്ട്. അതിനുമപ്പുറത്തേക്ക് ഭരണവിരുദ്ധം വികാരം എന്നുള്ളത് സംഭവിച്ചില്ല എങ്കിൽ പോലും സർക്കാരിൻ്റെ പോക്കിൽ വലിയ തരത്തിലുള്ള അപമതിപ്പ് ജനങ്ങൾക്കുണ്ടായി എന്ന് തന്നെയാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രവുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വളരെ കൃത്യമായി അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്, ആ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ചില നേതാക്കന്മാരുടെ ഏകാധിപത്യ സ്വഭാവവും ഒപ്പം ഭരണപരമായ കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർ നടത്തിയ അവരുടേതായ തൻപ്രമാണിത്വവും വലിയ തരത്തിൽ പാർട്ടിക്ക് ദോഷം ചെയ്തു എന്ന് തന്നെ വ്യക്തമാക്കുന്നു. ഇതെല്ലാം പരാജയ കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരു ഭാഗത്തു കൂടി മറ്റു ചില സംഭവങ്ങൾ കൂടി പാർട്ടിക്ക് ദോഷം ചെയ്തു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വെള്ളാപ്പള്ളി നടേശൻ്റെ പരാമർശങ്ങൾക്ക്, അല്ലെങ്കിൽ ലീഗിനെതിരെയും മുസ്ലിം വിഭാഗങ്ങൾക്കെതിരെയും ഒക്കെ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾക്കെതിരെ വലിയ തരത്തിൽ പാർട്ടി പ്രതികരിച്ചില്ല എന്നുള്ളത് വ്യക്തമായി പറയുന്നു. ഒപ്പം യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം
പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമത്തിൽ വായിച്ചതും തെറ്റായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെ കേരളത്തിലും പശ്ചിമ ബംഗാളിലും ഒക്കെ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയ കാരണങ്ങൾ എണ്ണി വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും പാർട്ടി എടുത്ത ഈ നിലപാട്, അതായത് പരാജയ കാരണങ്ങൾ പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന തരത്തിൽ വെബ്സൈറ്റിലൂടെ പുറത്തുവിട്ടത് വലിയ ഒരു നല്ല കാര്യമായിട്ടാണ് എല്ലാവരും പറയുന്നതും ചർച്ച ചെയ്യുന്നതും. എന്തായാലും പാർട്ടിയിൽ ഒരു ജനാധിപത്യമുണ്ട് എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. കാരണം LDFിൻ്റെ പരാജയം കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരിയില്ല എങ്കിൽ പോലും നേതാക്കന്മാർക്കിടയിൽ തന്നെ അത് വലിയ തരത്തിൽ പ്രശ്നങ്ങളുണ്ടായി. നിലവിലെ സാഹചര്യത്തിൽ പരാജയത്തിൻ്റെ കാരണങ്ങൾ ഒരാളിൽ മാത്രമല്ല എന്ന തരത്തിൽ പറയുമ്പോഴും ചില ആളുകളുടെ ഭാഗത്ത് നിന്ന് വീഴ്ചകളുണ്ടായി എന്ന് വ്യക്തമായ സൂചനകൾ കൂടി ആ വിശകലനത്തിൽ ഉണ്ട്. നിലവിൽ ഈ വിശദീകരണം വിരൽ ചൂണ്ടുന്നത് പാർട്ടിയുടെ അടുത്ത നല്ല കാലത്തേക്കാണ്. അതായത് കൂടുതൽ ചർച്ചകൾ നടത്തിയും പാർട്ടിക്ക് കൂടുതൽ ആളുകളെ അംഗത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിലേക്കും പാർട്ടിയുടെ പ്രശ്നങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകുന്നതിലേക്കുമൊക്കെ ഇത്തരം വിലയിരുത്തലുകൾ നന്നാകും എന്ന് തന്നെയാണ് നേതാക്കന്മാരും പറയുന്നത്.